കഴിഞ്ഞ പ്രാവശ്യം കേട്ട ആ ഭാഗം ഒന്നും കൂടി കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദ്വിജശ്രേഷ്ഠന്മാരെ ബ്രഹ്മാവ് ഋത്വിക്കുകളെ അഭിസംബോധന ചെയ്യുകയാണ്. ദ്വിജശ്രേഷ്ഠന്മാരെ, പൃഥുചക്രവർത്തിയുടെ യാഗത്തിന് വിഘ്നം വരുത്താൻ ആശിക്കുന്ന ഇന്ദ്രൻ എത്രമാത്രം പാഖണ്ഡന്മാരെയാണ് സൃഷ്ടിച്ചതെന്ന് നോക്കൂ. ഈ ലോകത്തിൽ ധർമ്മത്തിന് വിനാശം വരുത്തുന്ന ഇക്കൂട്ടർ ഇനിയും പെരുകിയാൽ എന്താവും സ്ഥിതി? ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പാഖണ്ഡന്മാരുടെ പെരുകല് ശ്രദ്ധാപൂർവം വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും. വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കണം എന്ന് മാത്രം. മാനസിക പിരിയിളക്കമാണ് ആധ്യാത്മികത എന്ന ധാരണ വളരെ ശക്തമായി പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എല്ലാ കാലഘട്ടത്തിലും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പം ഉള്ളത്. ഉറഞ്ഞു തുള്ളുന്നതും ഭാവി ഫലപ്രവചനങ്ങൾ നടത്തുന്നതും ഒക്കെയാണ് ശ്രേഷ്ഠമായ ഉദാത്തമായ ആധ്യാത്മികത എന്ന ധാരണയിൽ ഒരുപാട് സിദ്ധന്മാർ ഇന്ന് ഒരു 10-20 കൊല്ലം മുമ്പൊന്നും ഇത്രയധികം സ്വയം പ്രഖ്യാപിത സിദ്ധന്മാരെ നമ്മൾ കണ്ടിട്ടില്ല. അത്രയധികം സിദ്ധന്മാരെയാണ് ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തിലും കാണാനുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ യഥാർത്ഥമായ ഒരു ആധ്യാത്മിക അന്വേഷണം എളുപ്പമല്ല. കാരണം ഈ സോഷ്യൽ മീഡിയകളുടെ വശീകരണത്തിൽ പെടാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് അതിദുഷ്കരമായ കാര്യമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം. ഇതൊന്നും കേൾക്കരുത്, കാണരുത് എന്ന് പറയുന്നതിലും അർത്ഥമില്ല. കാലഘട്ടത്തിൽ ഇതെല്ലാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യേണ്ടി വരും, ഈ കാലഘട്ടത്തിൽ വിശേഷിച്ചു. അപ്പോൾ ഒറ്റ കാര്യമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ: സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. ഭാരതീയ ആധ്യാത്മികത ഇന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഉറഞ്ഞു തുള്ളലും ഭാവി പ്രവചനങ്ങളും ഒക്കെ ആയിട്ടാണ്. പിന്നെ മനുഷ്യന് മനസ്സിലാകാത്ത കുറെ കാര്യങ്ങൾ പറയുക. അപ്പൊ ഈ പറഞ്ഞ എത്രയോ കാലം മുമ്പ് എഴുതിയതാണെന്നൊന്ന് ആലോചിച്ച് നോക്കണത്. അപ്പം ബ്രഹ്മാവ് പറയുകയാണ്, എത്ര ഇന്ദ്രൻ യാഗത്തിന് വിഘ്നം വരുത്താൻ ആഗ്രഹിക്കുന്ന ഇന്ദ്രൻ. യാഗം എന്ന് പറഞ്ഞത് ത്യാഗമാണ്. എന്തിൻ്റെ ത്യാഗം? ശരിക്കും ആധ്യാത്മിക ദൃഷ്ടിയിൽ ഞാൻ എൻ്റേത് എനിക്കുള്ളതിൻ്റെ ത്യാഗമാണ്. ഞാൻ എൻ്റേത് എനിക്കുള്ളതിൻ്റെ ത്യാഗമാണ് ആധ്യാത്മികത. ആ ത്യാഗത്തിലാണ് എനിക്ക് സിദ്ധികളുണ്ട് എന്ന് ഞാൻ തന്നെ വിളിച്ചു പറയുന്ന കാലഘട്ടം വരുന്നത്. അപ്പം ത്യാഗത്തിന് ഭംഗം വരുത്താൻ ഇന്ദ്രൻ എത്രമാത്രം പാഖണ്ഡന്മാരെയാണ് സൃഷ്ടിച്ചത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാൻ പറയുകയാണ്. ഇവരെല്ലാം ത്യാഗത്തിന് ഭംഗം വരുത്തുകയാണ്. ത്യാഗമാണ് ആധ്യാത്മികത. മമതാത്യാഗമാണ് ആധ്യാത്മികത. ഞാൻ എന്ന പരിമിതമായ അഹംബോധത്തെ സമർപ്പിക്കുമ്പോഴാണ്, അതിനെ ത്യജിക്കുമ്പോഴാണ് അപരിമിതമായ അഹംബോധം ഉദിക്കുക. അപ്പൊ അതിന് തടസ്സമാണ് ഈ പാഖണ്ഡന്മാരെല്ലാം. ഇതെല്ലാം ഇന്ദ്രന്റെ സൃഷ്ടികൾ തന്നെയാണ്. ഇന്ദ്രൻ എത്രമാത്രം പാഖണ്ഡന്മാരെയാണ് സൃഷ്ടിച്ചത് എന്ന് നോക്കൂ. ഈ ലോകത്തിൽ ധർമ്മത്തിന് വിനാശം വരുത്തുന്ന ഇക്കൂട്ടർ ഇനിയും പെരുകിയാൽ എന്താവും സ്ഥിതി? ഇതിൽ നിന്ന് ഇന്ദ്രന്റെ പ്രഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാമല്ലോ. ഇന്ദ്രൻ തന്നെയാണ് ഈ തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഇത് തുടരുകയാണ് ബ്രഹ്മാവ്. ഇതിനകം തന്നെ ലോകമെമ്പാടും അതീവ കീർത്തിശാലിയായി ഭവിച്ചിട്ടുള്ള പൃഥു മഹാരാജാവ് 99 യാഗങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞുവല്ലോ. അത് മതി എന്ന് വെക്കാം. അക്കാരണത്താൽ അദ്ദേഹത്തിന് യാതൊരു അപകീർത്തിയും ഉണ്ടാകുന്നതല്ല. മഹാരാജാവേ, അല്ലെങ്കിൽ തന്നെ
അങ്ങേക്ക് യാഗങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? ഋത്വിക്കുകളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ മഹാരാജാവിനോടുമാണ് സംസാരിക്കുന്നത്. കാരണം ഋത്വിക്കുകള് മഹാരാജാവ് ഏൽപ്പിച്ചിട്ടുള്ളവരാണ്. അക്കാരണത്താൽ അദ്ദേഹത്തിന് യാതൊരു അപകീർത്തിയും ഉണ്ടാകുന്നതല്ല. മഹാരാജാവേ, അല്ലെങ്കിൽ തന്നെ അങ്ങേക്ക് യാഗങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? പരമപദത്തെയല്ലേ അങ്ങ് കാക്ഷിക്കുന്നത്? ആ നിത്യാനന്ദ പ്രാപ്തിക്ക് ഈ യാഗകർമ്മങ്ങൾ ആവശ്യമില്ല. ഇവിടെ മറ്റൊരു കാര്യം വെളിപ്പെടുത്തി തരികയാണ്. താൻ ഏറ്റെടുത്തിരിക്കുന്ന കാര്യം അത് നിർവഹിക്കുന്നത് താൻ ജീവിക്കുന്ന ലോകത്തിന് മുന്നോട്ടു പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുമെങ്കിൽ അത് ഉപേക്ഷിക്കുവാൻ, നിർത്തിവെക്കുവാൻ തയ്യാറാകണം. നമ്മൾ ഏറ്റെടുക്കുന്ന പ്രവൃത്തി പൂർത്തീകരിക്കണം. അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ പൂർത്തീകരിക്കണം എന്നുള്ളതൊരു പിടിവാശിയുമാകാൻ പാടില്ല. ഓരോ ഘട്ടത്തിലും നമ്മൾ എടുത്ത തീരുമാനത്തെയും ആ തീരുമാനം നടപ്പിലാക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയും സശ്രദ്ധം നിരീക്ഷിച്ചതിന് ശേഷം വേണമെങ്കിൽ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ സാധിക്കണം. അല്ലാതെ താൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് ശഠിക്കുകയല്ല വേണ്ടത്. അതാണ് വ്യാസഭഗവാൻ ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ ഉദ്ദേശിക്കുന്ന വലിയൊരു പാഠം. ഏറ്റെടുത്ത കാര്യം നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളത് ഈശ്വരാനുഗ്രഹത്തിന്റെ ലക്ഷണം തന്നെയാണ്. ഏറ്റെടുക്കുന്ന കാര്യം നിർവഹിക്കുവാൻ സർവഥാ പ്രയത്നിക്കുക തന്നെ വേണം. എങ്കിലും താൻ ഏറ്റെടുത്തിരിക്കുന്ന കാര്യം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ ചുറ്റുപാടുകളിലും ഉള്ളവർക്ക് മുന്നോട്ട് പോകുവാനുള്ള തടസ്സങ്ങളെയാണ് അത് സൃഷ്ടിക്കുന്നതെങ്കിൽ ആ തീരുമാനം പുനഃപരിശോധിക്കുവാനും തയ്യാറാകണം. അഭിപ്രായം ഇരുമ്പുലക്കയല്ല എന്ന തിരിച്ചറിവോടുകൂടി വേണം അത് നടപ്പിലാക്കാൻ ശ്രമിക്കേണ്ടത്. ഇവിടെ അതാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇതിനകം തന്നെ ലോകമെമ്പാടും അതീവ കീർത്തിശാലിയായി ഭവിച്ചിട്ടുള്ള പൃഥു മഹാരാജാവ്, അദ്ദേഹം അതീവ കീർത്തിശാലിയാണ്. ഭൂമിയെ പശുവായി നിർത്തിക്കൊണ്ട് സകല ജീവജാലങ്ങൾക്കും വേണ്ടത് കറന്നെടുക്കാൻ സാധിച്ചത് ഈ പൃഥുവിന്റെ കഴിവുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിനകം തന്നെ ലോകമെമ്പാടും അതീവ കീർത്തിശാലിയായി ഭവിച്ചിട്ടുള്ള പൃഥു മഹാരാജാവ് 99 യാഗങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞുവല്ലോ. അപ്പൊ 100ാമത്തെ യാഗം പൂർത്തിയാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഇന്ദ്രൻ ഇടപെട്ടത്. അതുവരെ ഇന്ദ്രൻ ഇടപെട്ടിട്ടില്ല. അപ്പൊ തൻ്റെ പ്രവൃത്തി മറ്റുള്ളവരിൽ അസൂയ ജനിപ്പിക്കുന്നു. അസൂയാകലുഷിതരായവരുടെ പ്രവൃത്തി ലോകത്തിന്, താൻ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ലോകത്തിനും അതിനപ്പുറമുള്ള ലോകത്തിനും തടസ്സമുണ്ടാക്കുന്നതാണ്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ തൻ്റെ പ്രവൃത്തി നിർത്താൻ തയ്യാറാകണം. ഇപ്പൊ ഇവിടെ ഇന്ദ്രൻ അസൂയാലോ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വേറൊരാളിൽ അതിരുകവിഞ്ഞ അസൂയ ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ വിനയാന്വിതരായിരിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ കഴിവുകളെ കാട്ടി നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങളെ ഭ്രമിപ്പിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഇന്നത്തെ സ്വയം പ്രഖ്യാപിത സിദ്ധന്മാരുടെ വാക്കുകളിൽ വീണു പോകരുത് എന്ന് പറയാൻ കാരണം അവർ ഭ്രമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും സിദ്ധി ഉണ്ടെങ്കിൽ അത് വിളംബരം ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ അങ്ങനെ ആക്കിക്കളയും, ഞാൻ ഇങ്ങനെ ആക്കിക്കളയും എന്നൊന്നും പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. തേനിന് അതിൻ്റെ മാധുര്യത്തെ വിളംബരം ചെയ്യേണ്ടുന്ന ഒരു ആവശ്യകതയില്ല. ഒരു തുള്ളി തേൻ വീണാൽ അവിടേക്ക് സ്വയം പ്രഖ്യാപിത വിളംബരങ്ങളൊന്നുമില്ലാതെ തന്നെ തേൻ ഉറുമ്പുകളെ ആകർഷിക്കും. അതുകൊണ്ട് ശരിക്കും സിദ്ധന്മാരാണ് എങ്കിൽ, സിദ്ധിയുണ്ട് എങ്കിൽ
അത് വിളംബരം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെ അടുത്തേക്കും ആൾക്കാർ വന്നെത്തിക്കൊള്ളും. ഇത് ആൾക്കാരെ വരുത്തുവാൻ വേണ്ടി ഭ്രമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ബ്രഹ്മദേവൻ പൃഥു മഹാരാജാവിന് ഉപദേശം കൊടുക്കുകയാണ്. അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ പ്രവൃത്തി ഇന്ദ്രനിൽ അസൂയയെ ജനിപ്പിക്കുന്നു. ആ അസൂയാ നിവൃത്തിക്ക് വേണ്ടി ഇന്ദ്രൻ ചെയ്യുന്ന പ്രവൃത്തികൾ ലോകത്തിനെ ഭ്രമിപ്പിക്കാൻ ഇടയുള്ളതാക്കുന്നു. അതുകൊണ്ട് ഇതിനോടകം തന്നെ കീർത്തിമാനായ അങ്ങ് 100ാമത്തെ യാഗം പൂർത്തീകരിക്കണമെന്നില്ല. അങ്ങയുടെ യശസ്സിന് അത് ഒട്ടും കോട്ടം തെറ്റിക്കുകയില്ല. മറ്റൊരാൾക്ക് നല്ലതല്ലാത്ത വികാരങ്ങൾ ജനിക്കുന്നു തൻ്റെ പ്രവൃത്തികൾ കൊണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ആ പ്രവൃത്തികളിൽ നിന്ന് വിരമിക്കുന്നത് അകീർത്തികരമല്ല, അത് ശ്രേയസ്കരമാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരറിവാണ് വ്യാസഭഗവാൻ ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അങ്ങ് പൃഥു മഹാരാജാവേ, അങ്ങ് ഇതിനോടകം 99 യാഗങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞല്ലോ. അത് മതിയെന്ന് വയ്ക്കാം. അക്കാരണത്താൽ അദ്ദേഹത്തിന് യാതൊരു അപകീർത്തിയും ഉണ്ടാകുന്നതല്ല. മഹാരാജാവേ, അങ്ങേക്ക് ഈ 99 ആക്കിയുള്ളൂ, 100 പൂർത്തീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളതൊന്നും അങ്ങേക്ക് ആ 100 എന്ന സംഖ്യ പൂർത്തീകരിക്കാൻ പറ്റാത്തതൊരു അപൂർണതയായിട്ട് അങ്ങയിൽ നിലനിൽക്കില്ല. മഹാരാജാവേ, ബ്രഹ്മാവ് വീണ്ടും പറയുകയാണ്, അല്ലെങ്കിൽ തന്നെ അങ്ങേക്ക് യാഗങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? ഈ യാഗങ്ങളെല്ലാം ചെയ്യുന്നത്, പൂജകളെല്ലാം ചെയ്യുന്നത് ഭൗതികമായ സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ പൂജകളും, ബാഹ്യമായിട്ടുള്ള എല്ലാ പൂജകളും എല്ലാ യാഗങ്ങളും ഭൗതികമായിട്ടുള്ള സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ പൂജകളും യാഗങ്ങളും ഒക്കെ ഭൗതികമായതാണ്, ആധ്യാത്മികമായതല്ല. ഈ ഭൗതികമായ സമൃദ്ധി ആധ്യാത്മികതയിലേക്കുള്ള ഊന്നുപടിയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അതല്ല ആധ്യാത്മികത. ഭൗതികമായിട്ടുണ്ടാകണം, ഉള്ളവർക്കല്ലേ ത്യജിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഉണ്ടാകണം. പക്ഷെ ആ ഉണ്ടാകുന്നത് ആധ്യാത്മികതയിലേക്കുള്ള ഊന്നുപടിയായിട്ടായിരിക്കണം കരുതേണ്ടത്. അപ്പം ഇവിടെ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുക, അങ്ങേക്ക് യാഗങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? ഇനി അശ്വമേധയാഗം ചെയ്യാനാണ് അങ്ങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങ് ഓൾറെഡി മഹാചക്രവർത്തിയാണ്, ആദ്യത്തെ ചക്രവർത്തിയാണ്, നിസ്സീമമായ രാജ്യത്തിന്റെ അധിപതിയാണ്. ഇനി അങ്ങ് വേറെ എന്തെങ്കിലും ലഭിക്കാനാണ് യാഗങ്ങൾ ചെയ്യുന്നെങ്കിൽ അതെല്ലാം അങ്ങേക്ക് ഓൾറെഡി ഉണ്ട്. ഉള്ളത് തന്നെ വീണ്ടും കിട്ടാൻ എന്തിനാ യാഗം ചെയ്യുന്നത്? അതുകൊണ്ട് പൂജകള്, യാഗങ്ങള്, ബാഹ്യമായിട്ടുള്ള എല്ലാ കർമ്മ പരിപാടികളും ഭൗതിക സമൃദ്ധിക്കും നേട്ടത്തിനും വേണ്ടിയിട്ടാണ്. അങ്ങേക്ക് അതുകൊണ്ട് എന്താണ് പ്രയോജനം? കാരണം പരമപദത്തെ അല്ലേ അങ്ങ് കാക്ഷിക്കുന്നത്. ആ നിത്യാനന്ദ പ്രാപ്തിക്ക് ഈ യാഗകർമ്മങ്ങൾ ആവശ്യമില്ല. പരമമായ പദം മാത്രമാണ് കാക്ഷിക്കുന്നതെങ്കിൽ അതിന് ബാഹ്യമായിട്ടുള്ള ഒരു യജ്ഞങ്ങളുടെയും ആവശ്യമില്ല. അപ്പൊ ബാഹ്യമായിട്ടുള്ള യജ്ഞങ്ങളിലൂടെ, യാഗങ്ങളിലൂടെ, പൂജകളിലൂടെ ക്രമേണ ആന്തരികമായിട്ടുള്ളതിലേക്ക് നമുക്ക് തിരിയാൻ സാധിക്കണം. ബഹിർമുഖത്വം ക്രമേണ അന്തർമുഖത്വത്തിലേക്ക് നയിക്കണം. അല്ലെങ്കിൽ ചിന്നിച്ചതറിപ്പോകും. ഇപ്പൊ എന്തിനാണ് ഈ സമൃദ്ധി എന്ന് ചോദിച്ചാൽ, അല്ലല് കൂടാതെ ഈശ്വരോന്മുഖമായ പ്രവൃത്തി ചെയ്യുവാൻ. ഈ സമൃദ്ധി ഒന്നുമില്ലെങ്കിലും അല്ലലില്ലെങ്കിൽ ഈശ്വരോന്മുഖമായിട്ടുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ ഇതിനു വേണ്ടി പ്രയത്നിക്കേണ്ട ആവശ്യവുമില്ല. അപ്പൊ അത് ഓരോരുത്തരുടെ വ്യക്തിഗതമായിട്ടുള്ള തലം പോലെ ഇരിക്കും. അതുകൊണ്ട് മഹാരാജാവേ, അങ്ങ് പരമപദത്തെ അല്ലേ കാക്ഷിക്കുന്നത്? അതല്ലേ കാക്ഷിക്കേണ്ടത്?
അതല്ലേ ശരിക്കും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. മനുഷ്യരെല്ലാം ആഗ്രഹിക്കുന്നത് സുഖം അനുഭവിക്കണമെന്നാണ്. ആ സുഖം പലതും നേടിയാൽ കിട്ടുമെന്ന് ധരിച്ച് പലതും നേടുവാൻ വേണ്ടി മനുഷ്യർ അവരുടെ പ്രയത്നത്തെ ചെലവഴിക്കുകയാണ്. പലതും പലപ്പോഴായിട്ട് നേടിയിട്ടും സുഖം, സന്തോഷം, സമാധാനം ശാശ്വതമായി നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവയെ ശാശ്വതമായി നിലനിർത്തുവാൻ പറ്റുന്ന മാർഗങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് ബുദ്ധിയുടെ ലക്ഷണമാണ്. വിചാരത്തോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ ബുദ്ധി ഉദിക്കുകയുള്ളൂ. അനിത്യങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണർത്തുന്ന അന്വേഷണമാണ് നിത്യമായതിലേക്കുള്ള പ്രയാണത്തെ സാധ്യമാക്കുന്നത്. അതുകൊണ്ട് ഇത് പരമപദമാണ് ഏറ്റവും ഉയർന്നത്. അവിടെയാണ് ശാശ്വതമായ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും സുഖവും ഒക്കെ ഉള്ളത്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഭാരതീയ മഹർഷീശ്വരന്മാര് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ഈ ബോധ വികാസത്തിനാണ്. ഭാരതീയ മഹർഷീശ്വരന്മാരുടെ കാഴ്ചപ്പാടിൽ വികസനം എന്ന് പറഞ്ഞാൽ റോഡുകളും കെട്ടിടങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതല്ല. അവരുടെ കാഴ്ചപ്പാടിൽ വികസനം എന്ന് പറഞ്ഞാൽ ബോധവികാസമാണ്. അതുകൊണ്ടാണ് ലോകത്തില് ഈ ബോധവികാസത്തിനുള്ള ഏറ്റവും കൂടുതൽ മാർഗങ്ങൾ ഉണ്ടായിട്ടുള്ളത്, വഴികൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ഭാരതത്തിലായത്. ബാക്കി ഒരിടത്തും ബോധവികാസത്തിന് ആരും ശ്രമിച്ചിട്ടില്ല എന്നൊന്നും അതിനർത്ഥമില്ല. ലോകമെമ്പാടുമുള്ള ആൾക്കാർ എല്ലാ കാലഘട്ടങ്ങളിലും ഈ ബോധവികാസത്തിന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ലോകത്തിൽ, ഭാരതത്തിൽ മാത്രം ഈ ബോധവികാസത്തിനുള്ള പല വഴികളെയും മഹർഷീശ്വരന്മാര് കണ്ടെത്തിയത് മനുഷ്യർക്ക് ആത്യന്തികമായിട്ട് വേണ്ടത് പരമമായ സുഖമാണ് എന്നും ആ പരമമായ സുഖം പരമപദത്തെ പ്രാപിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ മഹർഷീശ്വരന്മാര് ആ വഴികളിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത്. ഇവിടുത്തെ മഹർഷീശ്വരന്മാര് ആധുനിക ശാസ്ത്രത്തിന്റെ വഴിയേ അല്ല അവർ വികസിച്ചത്. അവരുടെ വികസനം അങ്ങനെയായിരുന്നില്ല. സൂര്യനിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നാലും, മനുഷ്യൻ ഏത് ഗ്രഹത്തിലേക്ക് എത്തിച്ചേർന്നാലും, ഏത് ഗ്രഹത്തിലേക്ക് അവരുടെ വാസസ്ഥാനം മാറ്റിയാലും അവർക്ക് സുഖവും സന്തോഷവും ഉണ്ടാവുകയില്ല. ഈ നാട്ടിൽ റോഡുകൾ എത്ര വികസിച്ചാലും, ഇവിടെ എത്ര ആശുപത്രികൾ ഉണ്ടായാലും, ഇവിടെ ഏതു തരത്തിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായാലും, ഇവിടെ ഏതു തരത്തിലുള്ള തൊഴിലിടങ്ങൾ ഉണ്ടായാലും, ഇവിടെ മനുഷ്യർക്ക് എത്ര സമ്പാദിക്കാൻ സാധിച്ചാലും അവർക്ക് ശാശ്വതമായ സുഖവും സന്തോഷവും ഉണ്ടാവുകയില്ല എന്ന് തങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ മഹർഷീശ്വരന്മാർ മനുഷ്യർക്ക് ശാശ്വതമായ ശാന്തിയും സുഖവും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകണമെങ്കിൽ പരമപദപ്രാപ്തിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു, അനുഭവിച്ചറിഞ്ഞു, കണ്ടറിഞ്ഞു. അതുകൊണ്ട് അവരതിനുള്ള വഴികളാണ് ഇവിടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത്. അതാണ് ഭാരതത്തിന്റെ പ്രത്യേകതയും. ഭാരതത്തിന് ലോകത്തിന് കൊടുക്കാനുള്ളതും അത് തന്നെയാണ്. എല്ലാ മനുഷ്യരും, ആഫ്രിക്കയിലുള്ളവരായാലും, ഓസ്ട്രേലിയയിലുള്ളവരായാലും, അമേരിക്കയിലുള്ളവരായാലും, ശ്രീലങ്കയിലുള്ളവരായാലും, പാകിസ്ഥാനിലുള്ളവരായാലും, ബംഗ്ലാദേശിലുള്ളവരായാലും, ആരുമായി കൊള്ളട്ടെ, അവരെല്ലാവരും അവരുടെ വ്യത്യസ്തങ്ങളായ പ്രവൃത്തികളിലൂടെ തേടുന്നത് ഈ ശാശ്വതമായ സൗഖ്യമാണ്. അതിനുള്ള വഴികൾ ഏറ്റവും കൂടുതൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ലോകത്തിലെ ഏക നാട് ഈ ഭാരതമാണ്. അതാണ് ഭാരതത്തിന്റെ ശ്രേഷ്ഠത. മനുഷ്യന് ഏറ്റവും വേണ്ടത് ശ്വാസവും ആഹാരവും വെള്ളവും ഒക്കെ കഴിഞ്ഞാൽ മനുഷ്യന് ഏറ്റവും വേണ്ടത് ഈ ശാന്തിയും സമാധാനവും സുഖവുമാണ്. ഇതില്
വെള്ളം, വെളിച്ചം, വായു, ഇതൊക്കെ സൗജന്യമാണ്. അതേപോലെ തന്നെ അനിവാര്യമായതാണ് സുഖവും സന്തോഷവും എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ വഴികളും സൗജന്യമായിട്ട് തന്നെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഏതുപോലെയാണോ അമൂല്യമായതെല്ലാം സൗജന്യമായിട്ടുള്ളത്, അതുപോലെ തന്നെയാണ് ഈ ആധ്യാത്മിക വഴികളും സൗജന്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. കാരണം മനുഷ്യർക്ക് അനിവാര്യമാണ് ഈ സന്തോഷവും സുഖവും സമാധാനവും. അപ്പൊ രാജാവിനെ ബ്രഹ്മാവ് ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങേക്ക് വേണ്ടത് ഈ തുച്ഛമായ ബൗദ്ധികമായ സമൃദ്ധി അല്ലല്ലോ, അതല്ലേ ഈ യാഗങ്ങൾ കൊണ്ട് നേടാൻ സാധിക്കുകയുള്ളൂ. അങ്ങേക്ക് വേണ്ടത് പരമമായ പദപ്രാപ്തിയല്ലേ, അതിന് ഈ യാഗങ്ങളൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് 99 അങ്ങേക്ക് നിർത്താം. അങ്ങയുടെ 100ാമത്തെ യാഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം ഏതൊരു ദേവതയ്ക്ക് വേണ്ടിയാണോ അങ്ങ് ഈ ത്യാഗമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ ഇത് നിർത്തുന്നത് തന്നെയല്ലേ ഉചിതം. തീരുമാനങ്ങളെ പുനഃപരിശോധിക്കുവാനും അവയിൽ മാറ്റം വരുത്തുവാനും സദാ സന്നദ്ധരായിക്കൊണ്ട് വേണം തീരുമാനങ്ങളെ നടപ്പിലാക്കാൻ.